നമസ്കാരം. വരെ രാഹുൽ ഗാന്ധി രാജ്യത്തിന് അപമാനമാണ്. മുഖം മോശമായാൽ കണ്ണാടി പൊട്ടിച്ച് കളയുന്നവനെയാണ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും കടന്നാക്രമിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ. പ്രധാനമന്ത്രിയെ തള്ളി ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലുണ്ട് എന്ന് കരസേനാ മേധാവി പറഞ്ഞെന്നും മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിയെ യുഎസിലേക്ക് അയച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. കൂടാതെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതുതായി ഒന്നുമില്ലെന്നും മേക്കിംഗ് ഇന്ത്യ പരാജയമാണെന്നും രാഹുൽ വിമർശിച്ചു. ഉൽപാദന രംഗത്തായിരുന്നു ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഉൽപാദന രംഗം ഇന്ത്യ പൂർണ്ണമായി ചൈനയ്ക്ക് നൽകിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിപ്പ് നടന്നെന്നും രാഹുൽ ആരോപിച്ചു. പറഞ്ഞ കാര്യങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുലിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് BJP നിലപാട്. ഇതിൽ നിന്നും രാഹുൽ ഗാന്ധി കള്ളം പറയുന്നത് ഒരു വാർത്തയല്ല. കാരണം രാഹുലിന്റെ ആചാര്യൻ നുണ പ്രചരിപ്പിച്ച് ലാഭം കൊയ്യണം എന്ന് വിശ്വസിക്കുന്ന ജോർജ് സോറസ് ആണ്. ജോർജ് സോറസിന്റെ പുസ്തകങ്ങളിലെ പേരുകാരനായ രാഹുൽ സോറസിന്റെ ആജ്ഞയനുസരിച്ച് ഇനിയും നുണ പറയും. വകയിലെ ചെറുമകനാണ് രാഹുലെങ്കിലും വാങ്ങുന്ന പണത്തിന് പണിയെടുത്തിരിക്കണം എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ തകർക്കാൻ ആവർത്തിച്ചു നുണ പറയാൻ രാഹുലിനെ അയാൾ നിർബന്ധിക്കുന്നത്. അയാളെ അനുസരിക്കാതിരിക്കാൻ രാഹുലിന് ആകില്ല. സോറസ് പിന്തുടർന്ന യൂനുസിന് ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന ദുരന്തം കണ്ടറിയുന്നതിന് രാഹുൽ തയ്യാറായാൽ നന്നായിരിക്കുമെന്ന് ആരെങ്കിലും രാഹുലിനെ ഉപദേശിക്കണം. ലോക്സഭയിൽ നുണ മാത്രമാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. അമേരിക്കയും ചൈനയും ഇന്ത്യയേക്കാൾ 10 വർഷം പിന്നിലാണെന്ന് രാഹുൽ പറഞ്ഞു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറഞ്ഞതെന്ന് രാഹുൽ വെളിപ്പെടുത്തിയില്ല. നുണ പറയുന്നതിന് തെളിവ് ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് ഭരിച്ചിരുന്ന അരനൂറ്റാണ്ട് കാലം ഇന്ത്യ അമേരിക്കയ്ക്കും ചൈനയ്ക്കും അരനൂറ്റാണ്ട് കാലം പിന്നിലായിരുന്നു എന്ന കാര്യം രാഹുൽ മറന്നു. കഴിഞ്ഞ സമ്മേളനകാലത്ത് ഹിൻഡൻബർഗ് കണക്കുകൾ നിരത്തി രാഹുൽ ഇന്ത്യയെ അവഹേളിച്ചിരുന്നു. ഈ സമ്മേളനകാലം വന്നപ്പോൾ ഹിൻഡൻബർഗ് തന്നെ ഇല്ലാതായി. അതിനെക്കുറിച്ച് രാഹുൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് പകരം പുതിയ നുണകളുമായി വീണ്ടും രാഹുൽ ലോക്സഭയിൽ ഇറങ്ങി. ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വോട്ടിംഗ് യന്ത്രത്തെ പറ്റി രാഹുൽ പുതിയ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ലജ്ജയുമില്ലാതെ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ നമ്മുടെ രാജ്യത്തിന് അപമാനം തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.